أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഹബീബായ അഷ്റഫുൽ വറ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് ആഖിറത്തിൽ ആ ഹബീബിൻ്റെ കൂടെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് കൂടാൻ ഒരു കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഈ മജ്ലിസിന് വേണ്ടി പ്രവർത്തിച്ചവരും കഷ്ടപ്പെട്ടവരും അധ്വാനിച്ചവരും എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനമാകുന്ന ഈ പള്ളിയിൽ ഒരു ദർസ് നടന്നു വരുന്നു. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചു പോയ നമ്മുടെ ഫാദിൽ ഉസ്താദ് തന്നെയാണ് വോളിയങ്കളിക്ക് ഒരു മുദരിസ് വേണമെന്ന് പറഞ്ഞ് ആദ്യമായി എനിക്ക് അന്ന് വിളിക്കുന്നത്. സത്യത്തിൽ അന്ന് ഇവിടെ മുദരിസായിട്ടുള്ള മൻസൂർ സഖാഫി ഉസ്താദ് അവർകളെ മറ്റൊരു സ്ഥലത്ത് മുദരിസായി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ഖളാ പ്രകാരം ആ ഫാദിൽ ഉസ്താദ് വിളിക്കുന്ന സമയത്ത് ഞാനിതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇവിടെ നോക്കി പോയി. ആ സ്ഥലം പിന്നീട് ക്യാൻസൽ ആവുകയും ഈ സ്ഥലം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എല്ലാം അള്ളാഹുവിന്റെ ഖളാ ആണ്. അള്ളാഹു തആല ഇനിയും വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറിയ നാട്, ചെറിയ മഹല്ല് എന്നൊക്കെ ഇവിടെ വന്ന ഉസ്താദും പറയുന്നു, നാട്ടുകാരും പറയുന്നു, കമ്മിറ്റിക്കാരും പറയുന്നു, എല്ലാവരും പറയുന്നു ചെറിയ സ്ഥലമാണ്, ചെറിയ മഹല്ലാണ്, ചെറിയ നാടാണ്. എല്ലാം ചെറുതാണെങ്കിലും ഒന്ന് മാത്രം വലുതാണ്. അത് അല്ലാഹു തആല ഈ നാട്ടുകാർക്ക് നൽകിയ തൗഫീഖ് എന്നുള്ളത് അത് വളരെ വലുതാണ്. വലിയ 2ഉം 3ഉം നിലയുള്ള പള്ളികൾ നിർമ്മിച്ച്, പള്ളികൾക്ക് പുറമെ വേണമെങ്കിൽ ബിൽഡിങ്ങും നിർമ്മിച്ച് മുതഅല്ലിമീങ്ങൾ അവിടെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റ് ചെലവുകൾക്ക് വേണ്ടി അതിന് വരുമാനത്തിലുള്ള സൗകര്യവും ചെയ്ത്. പക്ഷെ മുതഅല്ലിമീങ്ങൾ മാത്രമില്ല, ദർസില്ല എന്ന് പറയുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇന്ന് ഞങ്ങൾ വരുന്നതും ഫാദിൽ ഉസ്താദ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലം അതിന്റെ പരിസരത്ത് അങ്ങനെ ഒരു സ്ഥലമാണ്. നേരത്തെ വലിയ ദർസ് നടന്നിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായി മുടങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം. സൗകര്യങ്ങളുണ്ട്, പള്ളിയുണ്ട്, ദർസിന് വേണ്ടി മാത്രം വഖഫ് ചെയ്യപ്പെട്ട തോട്ടമുണ്ട്, മുതഅല്ലിമീങ്ങളുടെ ചെലവിന് വേണ്ടി മാത്രം വഖഫ് ചെയ്യപ്പെട്ട തോട്ടം അതുമുണ്ട്. പക്ഷെ ഇപ്പോൾ ദർസ് നടക്കുന്നില്ല. അങ്ങനെയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു മഹല്ലിൽ ദർസ് നടക്കാൻ എന്താണ് ആവശ്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ തൗഫീഖ് അത് തന്നെയാണ്.
ആ പ്രത്യേകമായ തൗഫീഖ് അൽഹംദുലില്ലാ ഈ നാട്ടുകാർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ മുദരിസായ മൻസൂർ സഖാഫി എപ്പോഴും പറയും അൽഹംദുലില്ലാ ഈ നാട്ടുകാരും അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങള് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരുടെ മുതഅല്ലിമീങ്ങളോടുള്ള പെരുമാറ്റവും ആ മുതഅല്ലിമീങ്ങളോട് വളർത്തിയെടുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതും പ്രത്യേകിച്ചും ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മുടെ ഒന്നും 40ാമത്തെ വയസ്സിൽ എത്തുന്ന പക്വത ഒന്നും ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത് 40ാമത്തെ വയസ്സിലാണ്. ഇന്നും നമ്മുടെ ജംഇയ്യത്തുൽ ഉലമകളിൽ മഹാന്മാരായ ആലിമീങ്ങൾ വലിയ ഉസ്താദുമാരുടെ മുശാവറ, ആ മുശാവറയിൽ മെമ്പറാകണമെങ്കിൽ 40 വയസ്സാവണം. അതെന്താണ്? 40 വയസ്സാകുമ്പോൾ ഒരു പ്രത്യേകമായ പക്വത ഒരു മനുഷ്യനുണ്ടാകും. തീർച്ചയായിട്ടും 10ഉം 12ഉം 15ഉം 18ഉം വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു പക്വത തീർച്ചയായിട്ടും ഉണ്ടാവുകയില്ല. എന്നാലും ഞങ്ങൾ ആ കുട്ടികളെ പക്വതയുള്ളവരാക്കാനും നല്ലവരായി വളർത്തിയെടുക്കാനാണ് നമുക്ക് ശ്രമിക്കുന്നത്. കുട്ടികളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാവും, കുറവുകളുണ്ടാവും. ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് ചിലപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഉസ്താദ് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ ആ കുട്ടിയിൽ നിന്ന് അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, ഈ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ നാട്ടിലെ നല്ലവരായ പരിസരത്തുള്ള മുഅ്മിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടുകാർ, അത് മുദരിസ് ഉസ്താദുകൾ എപ്പോഴും പറയാറുണ്ട് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരെ കുറിച്ച്. അൽഹംദുലില്ലാ അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായി ഈ ദുന്യവിയായ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഈ മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കുന്നു. തീർച്ചയായിട്ടും ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു തആല ഇതിന്റെ പ്രതിഫലം ദുനിയാവിലും തരും, ആഖിറത്തിലും തരും, ഖബറിലും കിട്ടും, മഹ്ശറയിലും കിട്ടും. എവിടെയും നാം വെറുതെയായി പോവുകയില്ല. പണം അതെങ്ങനെങ്കിലും പോവും, അത് എങ്ങനെ എടുത്തു വെച്ചാലും. ബഹുമാനപ്പെട്ട സാദാത്ത് അവറുകള് വരികയാണ്. وجب الشكر على അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് തങ്ങൾ അവറുകൾ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ നമുക്ക് നസീഹത്ത് പറഞ്ഞു തരും, ദുആ ചെയ്യും. എന്നെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ആത്മീയമായി ബന്ധമുള്ള പരിചയമുള്ളവരാണ്. നമുക്കും അതേപോലെ ആത്മീയമായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളവറുകൾ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഇനിയും ഈ പരിശുദ്ധമായ ഉമ്മത്തിനെ നയിക്കാനുള്ള സുദീർഘമായ കാലത്തെ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു തആല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ദർസ് ഇവിടെ നിലനിൽക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ദർസിനെ ഏറ്റെടുക്കുന്നു. അൽഹംദുലില്ലാ അത് അല്ലാഹു തആല ഖബൂലാക്കും. അതിന്റെ പ്രതിഫലവും അതിന്റെ സവാബും അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും തീർച്ചയായിട്ടും. അതോടൊപ്പം നിങ്ങളോടൊക്കെ നമ്മുടെ മക്കളെയും ഇതേപോലെ ദർസിലേക്ക് മുതഅല്ലിമീങ്ങളായി പഠിക്കാൻ വേണ്ടി അയക്കണമെന്നുകൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മുതഅല്ലിമീങ്ങളെ നിങ്ങൾ വളർത്തുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും ആലിമീങ്ങളാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. ഈ ഗോളിയങ്കടി എന്ന് പറയുമ്പോ കൊണ്ടത് പൊട്ടു, കൊണ്ടതൊട്ടിന്റെ കീഴ ഇത് അല്ലല്ലേ,
ഇനി വരുന്ന ബർത്തിൽ കണ്ടു കൊണ്ടു തൊട്ടു. ഇവിടെ നമ്മുടെ മുത്തലിബ് മൂടബിദ്രെ ഉണ്ട്. അദ്ദേഹം നമുക്ക് നേരത്തെ പരിചയമുള്ള പ്രാസ്ഥാനിക രംഗത്ത് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരായിരുന്നു. പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അവരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൊണ്ടു തൊട്ടാണ്. നേരത്തെ മുത്തലിബ് മൂടബിദ്രെ എന്നാണ് നാം പറയാം. എന്റെ നാട് മണല്. എന്റെ ഉമ്മ എപ്പോഴും പറയും, ഉമ്മാക്ക് 4 ആൺമക്കളാണ്. കൊണ്ടതുപൊട്ടൂലെ ഒരു പൊരല് ഒരു ഉമ്മാക്ക് 4 ആൺമക്കളാണ്. ആ 4 ആൺമക്കളും എന്റെ നാട്ടിലെ പള്ളിയിൽ മുതല്ലിമായി പഠിച്ചിരുന്നു എന്നാണ്. ആരാണ് എന്താണെന്ന് പരിചയമൊന്നുമില്ല. അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വിഷയമാണ് എന്ന് ഉമ്മ പറയും. കൊണ്ടതുപൊട്ടുകാരാണ്. ഒരു വീട്ടിലെ 4 ആൺമക്കളാണ്. ആ 4 ആൺമക്കളും ഇവിടെ മുതല്ലിമായി പഠിക്കുന്നു എന്ന് കേട്ടപ്പോ എന്റെ 4 ആൺമക്കളെയും അതേപോലെ മുതല്ലിമീങ്ങളായി വളർത്തിയെടുക്കണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ 4 ആൺമക്കളെയും അള്ളാഹുവിൻ്റെ ദീനിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞയച്ചു എന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എപ്പോഴും പറയലുണ്ട്. അപ്പോ ഞാൻ പറയുന്നത്, അപ്പൊ അങ്ങനെ ഒരു ബന്ധവും കൂടി ഈ നാടും ഇതിന്റെ പരിസരവുമായി ഉണ്ട്. അത് മാത്രമല്ല, ഉമ്മ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരിക്കൽ പ്രസവിച്ച സമയത്ത് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, ഇന്ന് പ്രസവിച്ച സമയത്ത് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പൈസക്കും ശമ്പളത്തിനൊക്കെ പോകുന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് അങ്ങനെയല്ല. ഉമ്മ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഖിദ്മത്തിന് വേണ്ടി ഒരു മകളെ ഉമ്മാന്റെ അടുത്തേക്ക് അന്ന് പറഞ്ഞയച്ചിരുന്നു. അത് ഈ കൊണ്ടതുപൊട്ടുവിൽ നിന്നാണ്. ഇപ്പൊ അവരുടെ അഡ്രസ്സും വീടും ഒന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അത് ഞങ്ങളോട് തെരഞ്ഞു പിടിക്കാൻ വേണ്ടി ഉമ്മ ഞങ്ങളോട് ഉപദേശിക്കുകയും അങ്ങനെ ഞങ്ങൾ ആ വീട് ഇതിന്റെ പരിസരത്ത് തന്നെ ഒരു സ്ഥലത്ത് കണ്ടെത്തുകയും ചെയ്തു. ഉമ്മാക്ക് അന്ന് ആ ഖിദ്മത്തിന് വേണ്ടി ഈ നാട്ടിൽ നിന്നൊരു പെണ്ണുങ്ങൾ ഒന്നുമില്ല, സാമ്പത്തികമായ ശമ്പളത്തിന് വേണ്ടിയോ ലാഭത്തിന് വേണ്ടിയോ ഒന്നുമല്ല, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നൊരു പെണ്ണുങ്ങൾ വന്നിരുന്നു എന്ന് ഉമ്മ പറയുകയും ആ വീട് ഇന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബന്ധം ഈ നാടുമായി നമുക്കുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതേപോലെ അള്ളാഹുവിന്റെ ദീനിയായ ബന്ധം നിലനിർത്തുകയും ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു ബന്ധമായി അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരേക്കും നിലനിർത്തട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ നമുക്ക് നസീഹത്ത് ബഹുമാനപ്പെട്ട തങ്ങളവர்கள் പറഞ്ഞു തരും. ഞാൻ ദീർഘിപ്പിക്കുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കി നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.